അപ്പോൾ കരിമീനും കറുപ്പും അത് അടിപൊളി സാധനം. ഇനിയിപ്പോൾ ഇത് വറുത്തിട്ട് നേരെ കഴിക്കാനിരിക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഇന്ന് പുട്ടും കരിമീനും ആയിക്കോട്ടെ. പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ആ ജോബു എന്നെ എടുക്കുവാ. ഇതല്ലേ ഇത് മീൻ മേടിച്ചോ? മീൻ എവിടെ നിന്ന് കിട്ടിയേ? ഇതെന്നാക്ക മീനാ ഉള്ളത്? കരിമീൻ, കറുപ്പ് കറുപ്പ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 1 2 3 4 5 6 7 8 എണ്ണം. ഇതന്നെ ഇത് ഇത് കൊള്ളാലോ. എത്ര ഉണ്ട്? 1 2 3 4 5 6 7. ഇതേ നമ്മൾ കടുത്തുരുത്തി പിടിച്ചാട്ടോ. കടുത്തുരുത്തി ആപ്പുഴയിൽ നിന്ന് ഞാൻ പിടിച്ചതല്ല, വിഷാദ് പിടിച്ച. ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് പുള്ളി ഇതുപോലെ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകും. അപ്പം പുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മീനൊക്കെ കിട്ടുന്നു. ഉണ്ടോ? നല്ല അടിപൊളി മീൻ. ഇനിയിപ്പോൾ ഈ മീനൊക്കെ വെട്ടി അങ്ങോട്ട് സെറ്റാക്കും. ഇന്നിത് വറുത്ത് മീനല്ല, ഇന്ന് ഇതാ കഴിക്കാൻ പോണത്. നമുക്ക് കരിമീൻ വെച്ചാലോ ഇന്ന്? സൂപ്പറായിട്ടുണ്ട്. ഇപ്പം മഴ ആയതോടുകൂടിയേ ഇതേപോലെ തോടുകളിലൊക്കെ മീൻ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഈ മീനൊക്കെ നേരെ വെട്ടിയിട്ട് വറുത്തില്ല കേട്ടോ. അപ്പം നമുക്ക് മീൻ വെട്ടാൻ വേണ്ടി പോവാം. പുറത്ത് ഭയങ്കര മഴയാണ്. ഇന്ന് ഭയങ്കര മഴയാന്ന് തോന്നുന്നു കേട്ടോ. വൈകുന്നേരം മഴ മഴ കാണും. അങ്ങനെ വലിയ മുള്ളൊന്നുമില്ല, നടുക്കോടെ മുള്ളുണ്ട്. ജോബോ മീൻ വെട്ടോ? മീൻ അപ്പം മീൻ വെട്ടട്ടെ. മീൻ വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാൻ വേണ്ടി വെക്കാം. എന്നാ മഴയത്! രാവിലെ തന്നെ ഭയങ്കര മഴയാണ് തുടങ്ങിയേക്കുക. ഇങ്ങനെ ഇതുപോലെ രാവിലെ മഴ തുടങ്ങിയാലേ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയല്ലേ. വീട്ടിലേക്ക് ഞായറാഴ്ചയിലെ കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. എന്നാലും മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊക്കെ ഇത് കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ല കുരുമുളക് പൊടി. ഇനിയിപ്പം ഇത് വെക്കുന്നു, കുറച്ചു നേരം വെക്കുന്നുണ്ടോ? ഒരു അരമണിക്കൂർ വെച്ചേക്കാം അല്ലേ? ആ, ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് വറക്കാൻ വെക്കാം. നന്നായി ചൂട് ചൂടി ചെറുതൊക്കെ സൈഡ് കുഴപ്പമില്ലേ? ഇപ്പം കരിമീനും കറുപ്പും അത് അടിപൊളി സാധനം. ഇനിയിപ്പോൾ ഇത് വറുത്തിട്ട് നേരെ കഴിക്കാനിരിക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഇന്ന് പുട്ടും കരിമീനും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പുട്ടും കരിമീനും മുട്ടക്കറിയും റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് ഞായറാഴ്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ കരിമീൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നോ. ഭയങ്കര മുള്ളാട്ടോ. മുള്ളെന്ന് പറയാൻ വലിയ വലിയ മുള്ളുകളുണ്ട്, ചെറിയ മുള്ളില്ല. നമുക്ക് കിട്ടിയ മറ്റേ മീൻ നല്ല മുള്ളുള്ള മീനാണ്, പക്ഷെ അത് ഇപ്പം എടുക്കുന്നില്ല. അത് പിള്ളേർക്ക് കൊടുക്കുമല്ലോ കേട്ടോ. ഇത് പിള്ളേർ കൊടുക്കും, ആ മീൻ നമ്മൾ മാത്രം കഴിക്കും. അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ എന്നുള്ളതെന്ന് പറയാം. സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രഷായോണ്ടേ ആ രുചി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടേ. നമുക്ക് ഈ മീനേ ഇവിടെ ജോമനൊന്ന് ശലം കൊടുത്ത് നോക്കാം. ജോമൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ജോബേ, ജോബോ, ജോബോ, എന്നാ മീൻ എന്താ ഇവിടെ നിന്ന് കഴിക്കും നോക്കട്ടെ. മുള്ളു നോക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, ടാറ്റ കൊടുത്തേ. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ.
വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത്. ഇത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ.